ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ചിക്കൻ ഡിഷാണ്. നമ്മുടെ ഹൈദരാബാദിലൊക്കെ സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ഫ്രൈ ആണ്. അത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനെ കൊണ്ട് നമ്മളിപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേഷന് വെക്കണം. ഒരു ചെറിയ സമയത്തേക്ക് മാരിനേറ്റിന് വെച്ചാൽ മതി. അതിനായിട്ട് നമുക്ക് ചിക്കനകത്തോട്ട് കുറച്ച് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തേക്കാണ്. ഒരു ഇച്ചിരി കഷ്ണം വലുതായിട്ട് തന്നെ എടുത്തോണേ. നമുക്ക് നമ്മുടെ ചിക്കനകത്തോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാനിപ്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് കാശ്മീരി പൊടി ഇട്ട് കൊടുക്കാം. അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇതിപ്പം ഞാനൊരു 50 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. രണ്ടും കൂടിയാണ്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച പച്ചമുളകാണ്. പച്ചമുളക് ഒരു 3 എണ്ണം എടുത്തിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ജീരകപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി. ശേഷം നമുക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ മതി. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 കറിവേപ്പില ഇല കഷ്ണം എടുത്തിട്ട് കട്ട് ചെയ്തതാണത്. അത് കഴിഞ്ഞ് സ്വല്പം പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ മതി, ഒരുപാട് വേണ്ട. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മസാലാസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1-2 നുള്ള് ഉപ്പ്. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഒരു ഐറ്റംസും ഇല്ല, നമുക്ക് നല്ലോണമൊക്കെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, ഈ പൊടി ഐറ്റംസ് മാത്രം ചേർത്തങ്ങ് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കനകത്ത് നല്ലോണം നമ്മൾ മസാല പറ്റിച്ച് എടുത്തിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളിലും നല്ല രീതിയിൽ മസാല പറ്റിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മട്ടണിലും ചെയ്യാതെ ബീഫിലും ചെയ്യാം, പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് ചിക്കൻ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഇത് മാരിനേഷന് വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ ഇത് ചട്ടി വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ആദ്യമേ ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കുക. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഇത് കടുക് ചതച്ചതാണ്, 1 ടീസ്പൂൺ കടുക് ചതച്ചതാണ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് 2 പട്ടയാണ്, അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഇത് ഇളക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി. റോൾ ഫ്രൈ ആണ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊരു 10 മിനിറ്റ് റൗണ്ടൊക്കെ ചെയ്ത് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൂടെ തന്നെ നമുക്ക് ഒരു ഏലക്ക ഇട്ടാൽ മതി. ഒരു ഏലക്ക ജസ്റ്റ് ഒന്ന് ഞെരടി ഇട്ടേക്കണം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണമൊക്കെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്കൊന്ന് ആവിയിലും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം ലോ ഫ്ലെയിമിൽ. ചിക്കൻ വെച്ചിട്ട് 10 മിനിറ്റായി, നമുക്ക് തുറന്നെടുക്കാം. നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെന്ത് വന്നേക്കാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറുത്ത സവാളയാണ്. ഞാനിപ്പം 1 സവാള എടുത്ത് വറുത്തതാണ്, ചെറിയ സവാള നോക്കി വറുത്തതാണ്. അതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഇട്ട് നമ്മളിത് ഇളക്കി
ഇനി നമുക്ക് ഫൈനലായിട്ട് മല്ലിയിലയാണ്. മല്ലിയില ഞാനിപ്പോൾ ഒരു കതിരെടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി സ്ട്രീറ്റ് ഫുഡാണിത്. ഹൈദരാബാദി ചിക്കൻ ഫ്രൈ സ്ട്രീറ്റ് ഫുഡാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ വ്യത്യസ്തമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതങ്ങ് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ഫ്രൈ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ലൊരു സ്ട്രീറ്റ് ഫുഡാണ് ഹൈദരാബാദിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ നാട്ടിലൊരു കൊണ്ടാട്ടത്തിൻ്റെയൊക്കെ ഒരു ഫീലാണ് ഇതിനുള്ളത്. നമുക്ക് ഈ ലെഗ് പീസ് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. നല്ല സ്പൈസസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം സൈഡിൽ കിട്ടുന്ന കൊണ്ടാട്ടം ഉണ്ടല്ലോ, ചിക്കൻ കൊണ്ടാട്ടം, അതിൻ്റെ കൂട്ട് നല്ല സ്പൈസസ് ആണ്. നല്ല ടേസ്റ്റിയാണ്. മസ്റ്റ് ട്രൈ ആണിത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയി വരുന്നിടം വരെ ബൈ ബൈ.